എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചിക്കൻ്റെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്ത് നോക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ട് അതിന് ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ വാഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുവാണ്. ഇനി നമ്മളിതിനെ കുറച്ചൊരു 15 മിനിറ്റ് നേരം നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഏകദേശം 1 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് ആ മസാല എല്ലാം അതിലൊന്ന് നല്ലതുപോലെ പിടിച്ച് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൈകൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നത്. എന്നതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്. നമ്മളൊരു 5 മിനിറ്റ് നേരമെങ്കിലും നമ്മുടെ കൈകൊണ്ട് ഇങ്ങനെ നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം വേണം ഒരു 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായി. അതിൻ്റെ അകത്തേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനപ്പോൾ ഒലീവ് ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി, ഒരു കുഴപ്പമില്ല. എന്നിട്ട് നമുക്കിതിനെ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനില്ലേ, അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ഒരു സൈഡൊന്നായി വരുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ്റെ ഫ്രൈ ഇതേ ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഫ്രൈ ആയാൽ മതി, ഒരുപാട് ഇങ്ങനെ മൊരിയിച്ചെടുക്കണ്ട. ഇനി നമുക്കിതിനെ അതിൻ്റെ അകത്തുനിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഫ്രൈ എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി അതേ എണ്ണയിൽ തന്നെ ഒരു 4 മീഡിയം സൈസ് സവാള നമ്മൾ കുഞ്ഞിതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് സവാള വഴറ്റിയെടുക്കുക. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ നേരം നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം ഇതിൻ്റെ അകത്ത് ഉപ്പിടാനായിട്ട്. കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ സമയത്ത് തന്നെ ഒന്നുകിൽ ജീരകത്തിൻ്റെ, നല്ല ജീരകം ഇല്ലേ, കുഞ്ഞു ജീരകം, അതിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ജീരകം ഫുള്ളായിട്ടുള്ള നല്ല ജീരകം 1 ടീസ്പൂൺ അളവിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പൗഡർ ആയാലും കുഴപ്പമില്ല, 1 ടീസ്പൂൺ അളവിൽ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പേസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ മറ്റേ സാധാരണയായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞതിന് ശേഷം ജിഞ്ചർ ഗാർലിക്കിൻ്റെ പീസ് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അത് നല്ലതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഒരു 3.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്കൊരു നല്ല കളറ് കിട്ടും. അപ്പോൾ അധികമായിട്ട് എരിവും ഉണ്ടാകത്തില്ല. അത് നല്ലതുപോലെ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഒരു 4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. ടീസ്പൂണാണ്, 4 ടേബിൾ സ്പൂൺ അല്ല, 4 ടീസ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും നമുക്കിതുപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ചിക്കൻ മസാല പൗഡറാണ് 1/4 ടീസ്പൂണിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഇതൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക. ഇതിപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ളതാണ്. അപ്പോൾ അത് ഞാൻ 1 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതുപോലെ വഴറ്റിയെടുക്കാം. ഇതൊരു 20 കാഷ്യൂനട്ട് ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. നമുക്ക് അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം അതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിതിവിടെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് നമുക്ക് കുതിർത്ത് വെച്ചതും കൂടെ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ അതും കൂടെ ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ അരപ്പെല്ലാം നമ്മുടെ ചിക്കനിലേക്ക് പിടിച്ച് കിട്ടത്തക്ക രീതിയിൽ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇളക്കി എല്ലാ സൈഡിലും ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുഗളായി ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണം. അപ്പോൾ ഇത് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയോ നമ്മുടെ പൊറോട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ അപ്പം ഇടിയപ്പം എന്തിൻ്റെ കൂടെയോ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അടിപൊളിയാണ്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം കുറവാണെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് പച്ചവെള്ളം ഒഴിക്കാനായിട്ട് പാടില്ല. ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവൂ, ഇല്ലെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റൊക്കെ പോകും. അപ്പോൾ ഒരു 1.5 കപ്പ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. 1.5 തൊട്ട് 1.25 കപ്പ് അളവ് വരെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ 1.5 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് മൂടി വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം നമ്മുടെ ചിക്കൻ നമ്മൾ നല്ലോണം വേവിച്ചെടുത്തിട്ടില്ലല്ലോ. മൂടി വെച്ച് ഒരു 15 മിനിറ്റ് നേരം നമ്മളിതിനെ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അത് അടുക്കി പിടിച്ചു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ കറി നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ഒരുപാട് വെള്ളമായിട്ട് ഇരിക്കുന്നില്ല, അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് എന്നാലും ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. ഇപ്പോൾ ഇത് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ സമയത്ത് ഒരു പിടി നമ്മുടെ മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിക്ക് കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കസ്തൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. കസ്തൂരി മേത്തിയൊക്കെ കൂടി ഇടുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. ഇനി നമ്മളൊരു 5 മിനിറ്റ് നേരവും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുവാണേ. അപ്പോൾ ദേ ഇവിടെ 5 മിനിറ്റും കൂടെ ഞാനൊന്ന് വേവിച്ചെടുക്കുവാണ്. ഇവിടെ അതേ കറി അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതേ ഗ്രേവി എല്ലാം ഒന്നും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ദേ നമ്മുടെ ചപ്പാത്തിയോ പൊറോട്ടയോ പൂരിയോ അപ്പോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക്